ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു അഡൽട്സ് ഓൺലി വാർത്തയാണ്. പ്രായപൂർത്തിയായവർക്ക് മാത്രമുള്ള വാർത്തയാണ്. 18 വയസ്സിൽ താഴെയുള്ളവർ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ അവരെ കുടുംബാംഗങ്ങൾ അല്പനേരത്തേക്ക് മാറ്റി നിർത്തുക. കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചു. 1 മാസത്തേക്കാണ് കോഴിക്കോട് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കോഴിക്കോട്ട് നിന്ന് റിയാസ് KMR വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. മിനിഞ്ഞാന്ന്, അതായത് ശനിയാഴ്ച, ഈ കേസുമായി ബന്ധപ്പെട്ട വാദം അങ്ങേയറ്റം രഹസ്യമായിട്ട് നടന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ വിധി വന്നിരിക്കുന്നു, മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? എംഎസ് 30 ദിവസത്തേക്കാണ് സംവിധായകൻ രഞ്ജിത്തിന് താൽക്കാലിക മുൻകൂർ ജാമ്യം കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ കോടതി അനുവദിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് ഈ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവാണ് രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത്. പിന്നീട് അത് പ്രത്യേക അന്വേഷണ സംഘം ഈ യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തുകയും അതിലും ഈ യുവാവ് തനിക്ക് നേരെ രഞ്ജിത്തിന്റെ ലൈംഗിക പീഡനം നടന്നു എന്ന കാര്യം വിശദീകരിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. മൊഴി കൃത്യമായി നൽകുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി സമ്മർദ്ദങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഈ യുവാവ് വ്യക്തമാക്കുകയും ചെയ്ത കാര്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒത്തുതീർപ്പോ കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യമെല്ലാം തന്നെ യുവാവ് അല്പസമയത്തിനകം തന്നെ കേരള വിഷൻ ന്യൂസുമായി സംസാരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ, അപ്പീൽ പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കാം എന്നുള്ള കാര്യമാണ് യുവാവ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും യുവാവ് രഞ്ജിത്തിനെതിരെ വളരെ ഗുരുതരമായ ഒരു തുറന്നു പറച്ചിലായിരുന്നു നേരത്തെ നടത്തിയിരുന്നത്. 2012 ഡിസംബറിലാണ് തന്നെ ബംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിച്ചത് എന്ന ആരോപണമാണ് യുവാവ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഒരുപക്ഷെ സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യമാണ്. ക്രൂരമായ ഒരു ലൈംഗിക പീഡനത്തിന് ഈ യുവാവ് സംവിധായകൻ രഞ്ജിത്തിൽ നിന്നും ഇരയാക്കപ്പെട്ടു എന്നുള്ള കാര്യം. അതിനുശേഷം ഈ അന്വേഷണ സംഘത്തിന് യുവാവ് മൊഴി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തത്. എന്നാൽ ഇപ്പോൾ അത് 2 പേരുടെ 50,000 രൂപ വീതമുള്ള ആൾജാമ്യത്തിലാണ് സംവിധായകൻ രഞ്ജിത്തിന് 30 ദിവസത്തേക്ക് താൽക്കാലിക ജാമ്യം കോടതി അനുവദിച്ചിട്ടുള്ളത്.